ഞാൻ തന്നോടൊരു കാര്യം പറയണമെന്ന് പറഞ്ഞിരിക്കുന്നു. എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഞാനൊന്ന് ഒരു 10-15 കിലോ എണ്ണ വേണമെന്ന് വേണ്ടുമ്പോൾ പറഞ്ഞാൽ 15 കിലോ എണ്ണയാ? ഈ ടൈമിനാ പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞുതരാം. എണ്ണ മേടിക്കാൻ ചെന്നാണ്. എണ്ണ മേടിക്കാൻ അവർക്ക് കുടുംബശ്രീ വഴിയായിട്ട് പരിപാടി ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ അവിടെ ചെന്ന് വില കേട്ടപ്പോഴേ 5 കിലോയാണ് ഞാൻ മേടിച്ചത്. 5 കിലോ എണ്ണ ഇത്രയും 4 കിലോ എണ്ണാന്ന് എനിക്കറിയാൻ പാടില്ല. ആ 15-ന്റെ 2-10-ന്റെ കന്നാസ് വെക്കാൻ പോയി. അത് അങ്ങോട്ട് കൊടുത്തിട്ട് ഞാൻ ഈ ചെറിയ കന്നാസ് അവിടെ നിന്ന് മേടിച്ച് ഇങ്ങോട്ട് മേടിച്ചിട്ട് പോന്നു. ഇനി അവരെങ്ങനെയാകുമെന്ന് പറയുമ്പോഴേ ഈ കണക്കിന് വില കയറിപ്പോയി എന്ത് ചെയ്യൂടാ പോയി. എനിക്കൊരു പിടിയില്ല. ഒന്നാമത്തെ നാളികേരം ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ തെങ്ങും പുരയിലുള്ള ഒരു പണിയും ചെയ്യിക്കണില്ല. പണി ചെയ്യിക്കാവുന്നപ്പോൾ ഇത് കുറഞ്ഞു. ഈ സാധനം എന്ന് പറയുന്നത് നമുക്ക് നിത്യജീവിതത്തിൽ ആവശ്യമുള്ള സാധനമായിട്ട് തേങ്ങയും വെളിച്ചെണ്ണയൊക്കെ എന്ന് പറയും. വെളിച്ചെണ്ണ ഇട്ടാലും ഒരു കറി ശരിയാവുള്ളൂ. ഏതൊരു കറി ഉണ്ടാക്കണമെങ്കിലും വെളിച്ചെണ്ണ വേണ്ടേ? അല്ല, ഈ പ്രകൃതിയിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ലതാണെന്ന് പറഞ്ഞ് കൊണ്ടുവരുന്ന എണ്ണയാണ്. അത് വല്ല ഈ പിന്നെ പാം ഓയിൽ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുവരുന്ന ചിലപ്പോൾ ക്രൂഡ് ഓയിലൊക്കെ കലക്കിയതായിരിക്കും. അത് മാത്രമല്ല, ഇനിയിപ്പോൾ ഓണം അടുത്തു തന്നെ. ഈ ഓണത്തിന് സ്വർണത്തിൻ്റെ വില കയറുന്ന പോലെ തന്നെയാണ്, കല്യാണത്തിന് സ്വർണത്തിൻ്റെ വില കയറുന്ന പോലെ തന്നെയാണ് എണ്ണയിലും വില കയറിക്കൊണ്ടിരിക്കുന്നത്. വറുക്കുകയും പൊരിക്കുകയും ചെയ്യുന്നത് എണ്ണയിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചെയ്താണെന്ന് പറഞ്ഞാണ് ഉമ്മര് തരണത്. പക്ഷെ അത് ശുദ്ധമായ വെളിച്ചെണ്ണയല്ല. എവിടെ നിന്നൊക്കെയോ വന്ന് പിന്നെ എന്തൊക്കെയോ ചേർത്ത് കലക്കി പല സാധനങ്ങൾ കലക്കി ചേർത്ത് കൊടുത്താണ് ഇത് കൊടുക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പലഹാരം മേടിക്കാനായിട്ട് ചെല്ലുമ്പോൾ എണ്ണയിൽ പറഞ്ഞ സാധനമാണെന്ന് പറഞ്ഞ് കൊടുക്കണം ശുദ്ധമായ വെളിച്ചെണ്ണയാണെന്ന് പറഞ്ഞു. പക്ഷെ അത് കിട്ടണ കൃത്രിമമായ എണ്ണയിൽ. ആ കൃത്രിമമായ എണ്ണയിൽ കൊടുക്കുമ്പോൾ എങ്ങനെ പോകും? ഒരു കല്യാണം വന്നാൽ, പാവപ്പെട്ടവൻ്റെ വീട്ടിൽ കല്യാണം വന്നാൽ എന്തായിരിക്കും സ്ഥിതി? എണ്ണയില്ലാതെ പരിപാടി നടക്കുക. അതായത് എണ്ണയ്ക്ക് ഇപ്പൊ വെളിച്ചെണ്ണയ്ക്ക് ഇങ്ങനെ വില കൂടിയെന്നാൽ ഒരുപാട് വ്യാജൻ വെളിച്ചെണ്ണകൾ ഉണ്ടാകുകയുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞത്. നിരത്തിലെ ഒരുപാട് വ്യാജൻ എണ്ണകളാണ് ഇപ്പൊ കിട്ടുന്നത്. അപ്പൊ കഴിയാവുന്ന ജനം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആർഭാടങ്ങൾ കുറച്ചുകൊണ്ട് നല്ല എണ്ണ നമ്മൾ തന്നെ ഉത്പാദിപ്പിക്കുന്ന തെങ്ങിൽ നിന്ന് കിട്ടുന്ന തേങ്ങയിൽ നിന്ന് എടുക്കുന്ന എണ്ണയാകുമ്പോൾ ഒരു വ്യാജനമില്ല. അത് മാത്രം ചെയ്ത് പിള്ളേർക്ക് ഭക്ഷണം കൊടുക്കുക. കുഞ്ഞുങ്ങൾക്കൊക്കെ നമ്മൾ പലഹാരങ്ങളൊക്കെ മേടിച്ച് കൊടുക്കുമല്ലോ. പക്ഷേ ഈ വ്യാജൻ കൊടുത്തു കഴിഞ്ഞാൽ ഈ വളർന്നു വരുന്ന കുട്ടികൾക്ക് എന്തായിരിക്കും സ്ഥിതി? ശാരീരിക പ്രശ്നങ്ങളുണ്ടാവും. അത് മാത്രമല്ല, അത് പിന്നെ തലച്ചോറിനെ ബാധിക്കും. അതോടുകൂടി അവൻ്റെ ബോഡി വീക്കായി, ആണായാലും പെണ്ണായാലും. ഈ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് തന്നെ ഏറ്റവും നല്ല വെളിച്ചെണ്ണയാണെന്ന് പറഞ്ഞാണ് കൊണ്ടുവന്ന് വിൽക്കണേ ഇവിടെ. പക്ഷേ അതിൽ നല്ലത് കാണുമായിരിക്കും. നല്ലത് ഒരു